മുഅസ്സിസൻ ശുഊനി ബിഖൈരിൽ ഖൽഖ്, മുഅസ്സിസൻ ശുഊനി ബിഖൈരിൽ ഖൽഖ്, ഞാൻ തന്നെ അടിത്തറയിട്ടവനായ നിലയിൽ ശൂനി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആരെക്കൊണ്ടാണ് അടിത്തറയിടുന്നത്? ബിഖൈരിൽ ഖൽഖ്, ഖൈറുൽ ഖൽഖായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഖൈറ മുഅസ്സിസിൻ, അടിത്തറയിടുന്നവരിൽ ഏറ്റവും മെച്ചമായ നിലയിൽ ഞാൻ നബിയെ കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ വെച്ചിട്ടുണ്ട്. അപ്പം നബിയാണ് എല്ലാത്തിൻ്റെയും ആധാരം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയാം, അത് ഏതൊരു മനുഷ്യനും ആധാരമാക്കാൻ പറ്റിയ ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളെ, ആ പ്രഭാഷണങ്ങളെ നിങ്ങൾ അതിൻ്റെ ക്ലിപ്പെടുത്ത് നിങ്ങൾ ദയവായി വിലയിരുത്തരുത്. നിങ്ങളതിന് യഥാർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സമൂഹം സൃഷ്ടിക്ക്, ആരോഗ്യകരമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. അല്ലാതെ ഒരു വിരോധത്തിൻ്റെയോ മറ്റോ പേരിൽ പറയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സാദാത്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ വേദനയോടെ പറയാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയൂല. സാദാത്തുക്കളെ അകത്തളങ്ങളെക്കുറിച്ച് പറയൽ അത്യാവശ്യമായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതായത് വിമർശനമായി നിങ്ങൾ കണക്കാക്കരുത്. അതൊരു സ്നേഹമാണ്, അത് തിരുത്തിക്കലാണ്. നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ. ഇത് ഒരു കുടുംബത്തിൽ ചില പ്രഭാഷണങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തെ ചില ആളുകൾ ഒരു കുടുംബത്തിൻ്റെ മേൽ മാത്രം അതിൻ്റെ ദിശാസൂചിക തിരിച്ചു വെച്ചത് 100% തെറ്റാണ്. എന്തുകൊണ്ട്? തെറ്റുകൾ ഈ സാദാത്ത് കുടുംബങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരം രീതികൾ സാദാത്തുക്കളിൽ അത് ഇന്നാലിന്നവർ എന്നില്ല. ആ ഹജറകൾ എന്ന് പോലെ അതിന് വ്യത്യാസമല്ല. ഒരു തരം വിളയാട്ടം സാദാത്തി കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനെന്താ കാരണം? അവരെ വിമർശിക്കാൻ ആരുമില്ല. അവരെന്ത് ചെയ്താലും ജനം സഹിക്കും എന്ന അവരുടെ ധാരണയാണ് സത്യത്തിൽ ഈ വിളയാട്ടം സാദാത്തി കുടുംബങ്ങളിൽ നടക്കാനുള്ള കാരണം. ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇന്നാലിന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെ ഞങ്ങൾക്കറിയാം, അവരൊന്നും ജുമാക്ക് പോകുന്നവർ അല്ല, അവർ ജുമാക്ക് നിലവിൽ പോകുന്നവരല്ല എന്ന് എനിക്കറിയാലോ. എന്തുകൊണ്ട്? അവർ 10 മണി 11 മണിക്ക് കുളിച്ച് ജുമാക്ക് ഓടിയാൽ പിന്നെ അവരെ ഭർത്താക്കന്മാരെ സുന്നി കച്ചവടം എങ്ങനെ നടക്കുക? ആ ഭർത്താക്കന്മാരെയും കുടുംബത്തിൻ്റെ സുന്നി കച്ചവടം നടക്കുന്നത് ഇവർ ഈ പള്ളിയിൽ പോകാത്തതുകൊണ്ടല്ലേ. അവർ നിലവിൽ പള്ളിയിൽ പോകുന്നുണ്ട്. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞതിൻ്റെ ആധാരം എങ്ങനെയാണ്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു. നിലവിൽ അവർ പള്ളിക്ക് 10 മണിക്ക് കുളിച്ച് പള്ളിയൊക്കെ ജുമാക്ക് പോകുന്നവരാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരെ സുന്നി കച്ചവടം നടക്കൂലല്ലോ. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാനീ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങൾക്ക് അറിയോ ഈ കേരളത്തിലെ മലബാറിലെ നിലവിലെ അവസ്ഥ? അതായത് ഉന്നതന്മാരായ PG ഡോക്ടറിൽ MBBSും അതിൻ്റെ PGയും കഴിഞ്ഞ ഡോക്ടർമാർ, എൻജിനീയർമാർ, സുന്നി തറവാട്ടിൽ ജനിച്ച ഇത്തരം മക്കൾ 28, 27, 29 വയസ്സായ യുവാക്കളെ എനിക്കറിയാം. പെണ്ണ് കെട്ടിയിട്ടില്ല. എന്താ ഒരു പെണ്ണ് കെട്ടി? നിങ്ങൾക്ക് വേണോ ആളെ? നിങ്ങൾക്ക് ആളെ കാണണോ? എനിക്കറിയുന്ന എത്ര ആളുണ്ട് നല്ല ഉന്നതന്മാരായ ഡോക്ടർമാർ, സുന്നി തറവാട്ടിൽ ജനിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ മക്കൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ മക്കൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ അംഗീകരിക്കുന്ന അഹ്ലു സുന്നയുടെ തറവാട്ടിൽ ജനിച്ച മക്കൾ, ഉന്നതന്മാരായ ഡോക്ടർമാർ, 28, 29, 27, 28, 26, 27, 28, 29 വയസ്സായ യുവാക്കൾ, വലിയ എഞ്ചിനീയർമാർ, വലിയ ഡോക്ടർമാർ, വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ, സിവിൽ എഞ്ചിനീയർമാർ. എനിക്കറിയാം ഒരു പെണ്ണ് കെട്ടിയിട്ടില്ല. എന്താ കാരണം? അവരുടെ സ്ഥാനത്തിനും വിദ്യാഭ്യാസത്തിനും കുടുംബത്തിനും കുലമഹിമക്കും യോജിച്ച സുന്നി പെൺകുട്ടികളെ കിട്ടിയില്ല. എന്നാൽ വഹാബി തറവാടിന് ഇഷ്ടം പോലെ കല്യാണം വരുന്നുണ്ട്. പറ്റൂല, വഹാബികളെ ഞങ്ങളെ തറവാട്ട് കയറ്റൂല എന്ന് 2025 ഈ 2020 വരി ആണുങ്ങളുണ്ടെങ്കിൽ വരി, തെളിവ് കാണിച്ചു തരാ. എന്നിട്ട് അവരുടെ കൂട്ടുകുടുംബാദികൾ ഇവരെ വിമർശിക്കുക. സുന്നി പെണ്ണുകളെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയാണല്ലോ. എവിടെ ഇതിനൊക്കെ പറ്റിയ സുന്നി പെണ്ണുങ്ങളുണ്ട്? പെണ്ണിട്ടണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കിട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ട, എന്നാ പെണ്ണിട്ടണ്ട.
നമ്മളെ തറവാട്ടിലേക്ക് സുന്നി തറവാട്ട് നല്ലാതെ പെണ്ണ് വേണ്ട എന്ന് ഷടിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഞാൻ അറിയുന്ന സമൂഹത്തിലെ ഉന്നതരായ കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടികൾ ഇന്ന് ഈ മലബാറിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാം. അതേ സമയത്ത് വഹാബികളായ വാപ്പമാരുടെ മക്കളെ ഈ സയ്യിദന്മാർ കെട്ടിയിട്ട് അവരുടെ തറവാട്ടുകളിൽ പാർപ്പിക്കുന്നു. ഒരു പ്രശ്നമല്ല എങ്കിൽ ഇതെന്ത് ദീനാണ്? അതെന്താണ് ദീന്? നമ്മൾ തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞ് നടക്കുക, അതാണ് നമ്മൾ സമസ്തയുടെ നേതാക്കന്മാരായി നടക്കുക. അതേ സമയത്ത് ആ തെർക്കുൽ മുവാലാത്ത് നമ്മളിൽ പോലും ഇല്ലാതെയാവുക. കെട്ടിച്ചു കൊടുത്തപ്പോൾ സുന്നിയായ യുവാവായിരുന്നു, പിന്നീട് ഒരു ആലിമ്, നമ്മുടെ ചരിത്രമാണ് ഞാനിപ്പോൾ എനിക്കറിയുന്ന ചരിത്രം, കെട്ടിച്ചു കൊടുത്ത സുന്നിയായ യുവാവിന് കെട്ടിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞിട്ട് ഇവൻ സ്വാഭാവികമായും വഹാബിയായപ്പോൾ ഇവര് സന്തോഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഈ ആലിമ സമസ്തയുടെ മുഷാവറയിൽപ്പെട്ട മഹാനായ ആലിമ വിട്ടുപിരിച്ചു. അത് പറ്റൂല. ഒന്നിരിക്കച്ച് സുന്നിയാവുക, അല്ലെങ്കിൽ എൻ്റെ മകളെ തരണം. ഇല്ല, സുന്നിയാവൂല, എന്നാ എൻ്റെ മകളെ കൊണ്ടാവും. മകളെ തിരിച്ചു വാങ്ങി കരഞ്ഞ് രണ്ട് പെണ്ണും ആണും വേർപെട്ട ചരിത്രം മലബാറിലുണ്ട്. ഞാൻ അതൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പിതാവ് വഹാബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. അപ്പൊ അതിൻ്റെതായ സംസ്കാരം ആ വീടുകളിൽ ഉണ്ടാവും. ഒരു സ്വാഭാവികമായ വഹാബി ബാന്ധവത്തിലൂടെ ഒരു അഴക്കുഴമ്പൻ നയത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെയായ പ്രശ്നമുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞല്ല, നിങ്ങളെ പെണ്ണുങ്ങൾ നേരെ 10 മണിക്ക് കുളിച്ച് അലക്കി കുളിച്ച് ജുമാക്ക് പോകുന്നുണ്ട്, ഇപ്പോൾ പോകുന്നുണ്ട് എന്നല്ല ഈ മനുഷ്യ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് അങ്ങനെ വരാൻ കാരണം? ഒന്ന്, നിങ്ങളുടെ അഹങ്കാരം. എന്താണ് അഹങ്കാരം? നിങ്ങളെ സ്തുതിപാഠകന്മാർ അധികരിച്ചു. ഏതൊരാൾക്കും അള്ളാഹുവിനെ ഹബീബല്ലേ തെറ്റിയാത്തുള്ളൂ. സയ്യിദിനെന്താ തെറ്റ് ചെയ്താൽ? എന്തുകൊണ്ടാണ് സയ്യിദ് തെറ്റ് ചെയ്യുന്നത്? സയ്യിദ് എന്ത് ചെയ്താലും അതിനനുകൂലിക്കുന്ന, എതിര് പറയാത്ത, തിരുവായ്ക്ക് എതിരുവയില്ലാത്ത ഒരവസ്ഥ ഇവിടെ നിന്ന്. പണ്ട് അങ്ങനെയല്ലേ? പണ്ട് തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാ പറയുന്നത്? പണ്ടത്തെ ആലിമ്യങ്ങൾ സയ്യിദന്മാർ വിമർശിച്ചിട്ടില്ല. പണ്ടത്തെ സയ്യിദന്മാർ ഇന്നത്തെ ഈ അവസ്ഥയില്ല. ഇന്ന് നിങ്ങളെ തറവാടുകളിൽ വിളയാട്ടങ്ങൾ അധികരിച്ചു. നിങ്ങളെ കല്യാണങ്ങളിൽ